ഹായ് ഫ്രാൻസ്, എല്ലാവർക്കും ചെറുതേനീച്ചക്കൂട്ടിൽ നിന്നും തേനെടുക്കുന്ന വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത് നമ്മൾ 4ാമത്തെ വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ചെറുതേനീച്ച സെറ്റ് വിരിഞ്ഞ് കിടന്ന് പറന്നപ്പോൾ ആ കൂട് നമ്മൾ സെറ്റ് വിരിക്കാനായിട്ട് കൂട് തുറന്നപ്പോൾ അതിൽ അത്യാവശ്യം 2 റാണിമുട്ട കണ്ടതുകൊണ്ട് തന്നെ നമ്മളിന്ന് അതിനെ 3 ഡിവിഷനായിട്ട് മാറ്റാൻ പോകുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അത്യാവശ്യം വലിയ തടിപ്പെട്ടിയിലുള്ള കൂടാണ് അതിന് വേണ്ടി സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അത് മൊത്തത്തിലത് തേനൊന്നും വച്ചിട്ടില്ല. എന്തായാലും 2 വർഷത്തോളം തന്നെ പഴക്കമുള്ള ഒരു കൂടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈച്ച ഉള്ളത് കൊണ്ട് നമുക്കതിനെ 3 ഡിവിഷനാക്കാൻ പറ്റി. ഈർക്കലിൻ്റെ അവിടെ കാണുന്നതാണ് ഒരു റാണിമുട്ട. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമുക്ക് ചെറിയ മുട്ടയും വലിയ മുട്ടയും കൂടെ എടുത്ത് നമുക്കതിനെ സെറ്റ് വിരിക്കാനായിട്ട് എളുപ്പത്തിൽ സാധിച്ചു. ഒരു റാണി സെല്ലെന്ന് പറഞ്ഞാൽ ഇളം റാണി സെല്ലാണ്. അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇളമുട്ടയും മൂത്ത മുട്ടയും കുറച്ച് പൂമ്പൊടിയും കുറച്ച് തേനും വച്ച് കഴിഞ്ഞാൽ ഒരു ഡിവിഷൻ പിരിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു ബോക്സ് എടുത്തതിന് ശേഷം നമ്മൾ ഇളമുട്ടയും മൂത്തമുട്ടയും അത്യാവശ്യം തേനും കുറച്ച് പൂമ്പൊടിയും, തേനെടുക്കുമ്പോൾ പൊട്ടിയൊലിക്കാത്ത തേനാണ് വെച്ച് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് പൂപ്പൽ കയറി കഴിഞ്ഞാൽ ആ കൂട് മൊത്തം നശിക്കുന്നതാണ്. അപ്പം പൊട്ടിയൊലിക്കാത്ത തേനാണ് അതിന് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് കൂടടച്ചിട്ട് അത് മൊത്തം സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ഡിവിഷൻ സെറ്റ് ചെയ്യുന്ന വിധം പൂർണ്ണമായി കഴിഞ്ഞു. അതിനുവേണ്ടി നമുക്ക് ചെറുതേനെടുത്തതിൻ്റെ തന്നെ മെഴുക് എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളെല്ലാം ഞാൻ ഇതിൻ്റെ മെഴുക് ഉപയോഗിച്ച് തന്നെ ഞാനത് അടയ്ക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ 4 സൈഡിലും കൂടെ അതിൻ്റെ പശ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇളകാത്ത രീതിയിൽ ഒട്ടിപ്പിടിക്കുന്നതാണ്. നിങ്ങൾക്ക് പശയില്ലെങ്കിൽ അത്യാവശ്യം ഈ സെല്ലോ ടേപ്പ് വെച്ച് തന്നെ മൊത്തത്തിലൊന്ന് നല്ല ഇളകിപ്പോകാത്ത രീതിയിൽ ഒട്ടിച്ചെടുത്താലും മതിയാവും. ഇതിൽ ഏറ്റവും വില്ലനായിട്ടുള്ളത് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ഒരു ഉറുമ്പാണ് ഇതിൻ്റെ വില്ലനായിട്ട് മാറുന്നത്. നമ്മൾ ഈ തേന് ചെറുതായിട്ട് പൊട്ടിയൊലിച്ച തേൻ ഇതിൻ്റെ അകത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ മണമടിച്ച് ഈ ചെറിയ ഗ്യാപ്പിൽ കൂടെ ആ ഉറുമ്പകത്ത് കയറി കഴിഞ്ഞാൽ അത് ഈ കൂട് നശിക്കുന്നതിന് കാരണമാവും. ഞാനിപ്പോൾ ഈ തടിപ്പെട്ടിയിൽ ഇത് മൊത്തത്തിൽ ഇത് ആവാത്തത് കാരണം ഞാൻ ഈ തടിപ്പെട്ടിയിൽ നിന്നും ഇതിനെ മൊത്തത്തിൽ 3 ഡിവിഷനായിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. അത് മൊത്തം ഒരു സെറ്റ് ഇതിൻ്റെ റാണിയെ തന്നെ കിട്ടിയത് കൊണ്ട് ഒരു സെറ്റ് ആദ്യം മാറ്റി. പിന്നെ 2 റാണി സെല്ലുള്ളത് കൊണ്ട് ഞാൻ 2 ഡിവിഷൻ കൂടെ ചെയ്ത് മൊത്തം 3 ഡിവിഷനാക്കി. എന്തായാലും ഇത്രയും വലിയ ഒരു കൂട് ഇതിന് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെറിയ സൈസിലുള്ള കൂടുകളാണ് ഇപ്പോൾ ഞാൻ അതിനു വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം, അത് അധികം സ്ഥലം അത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ കഴിവതും വീഡിയോ കാണുന്നവർ തന്നെ ചെറിയ കൂടുകളാണ് ഇതിനു വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ആ കൂട് നിറയെ തന്നെ അതിന് പൂമ്പൊടിയും തേനും മുട്ടയും എല്ലാം ശേഖരിച്ച് വയ്ക്കുന്നതാണ്. നമ്മൾ ഇത്രയും ചെയ്ത് സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാതിലെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം എനിക്ക് ഈ തേനെടുത്തതിൻ്റെ തന്നെ മെഴുകുള്ളത് കൊണ്ട് അത്യാവശ്യം അതിന് പെട്ടെന്ന് അതിൻ്റെ മണമടിച്ച് ഈ വാതിലിൽ കൂടെ അകത്ത് പ്രവേശിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെഴുക് ഇതിൻ്റെ ചുറ്റിലും ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇത് മെഴുക് ഒട്ടിച്ച് കൊടുത്താലും പോരാ, ഇതിൻ്റെ നമ്മൾ ഈ മാതൃ കോളനിയിൽ ഇതിൻ്റെ കവാടത്തിലുള്ള ആ ചെറുതായിട്ട് അത് മെഴുക് ഒട്ടിച്ച് വെച്ചിരുന്ന ഭാഗം നമ്മൾ കളക്ട് ചെയ്ത് വച്ചിരുന്നു കഴിഞ്ഞാൽ
ഈ മെഴുക് ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്ത് അതിൻ്റെ ആ ചെറിയ വാക്സും കൂടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഈ കൂടിൽ മണം പിടിച്ച് ഇതിൻ്റെ അകത്ത് കയറി കൂടുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രവേശന ദ്വാരത്തിൽ ആ മെഴുക് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ കൂട് മാറ്റിയാലും അതിൻ്റെ മണം കേൾക്കുമ്പോൾ ഇത് തന്നെയാണ് എൻ്റെ നേരത്തെ കൂടെന്ന് മനസ്സിലാക്കി അത് പെട്ടെന്ന് എന്നെ ഈ കൂട്ടിലേക്ക് കയറി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതാദ്യമായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ ഈ മെഴുക് വേണമെന്നില്ല. ജസ്റ്റ് നമ്മുടെ ഈ ചെളി മണ്ണ് ഉപയോഗിച്ച് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് തന്നെ ഈ നമ്മളെടുക്കുന്ന മെഴുക് ഒട്ടിച്ചു കൊടുത്താലും മതി. ഞാനിവിടെയാണ് നേരത്തെ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ കൂട് ഇപ്പോൾ വയ്ക്കുന്നില്ല. അതിന് പകരം ഞാൻ പുതിയ കൂട് സെറ്റ് ചെയ്തതാണ് വച്ചത്. പക്ഷേ ഇതിനകത്ത് മാതൃ റാണിയെ തന്നെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഈച്ചകൾ പെട്ടെന്ന് തന്നെ ഈ കൂട്ടിൽ കയറി കിട്ടുന്നതാണ്. ഇപ്പോൾ തന്നെ ആ ഈച്ചകൾ ആ മെഴുക് വെച്ചെടുത്തെല്ലാം വന്ന് പെട്ടെന്ന് ഞാൻ ഈ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് അതിൻ്റെ നേരത്തെ പ്രവേശന കവാടത്തിലുണ്ടായിരുന്ന മെഴുക്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അതിൽ കയറി കിട്ടുന്നതാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ കൂട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും ഞാൻ കുറച്ച് മെഴുകും അതിലും ഒരു റാണി സെല്ലുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്കത് ഡിവിഷൻ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഈ കൂടിഞ്ഞ് സെറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലുള്ള തേന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നതാണ്. ഇത് ബാക്കിയുള്ള സ്പേസ് എല്ലാം വേക്കൻ്റായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത്രയും വലിയ കൂട് ഞാൻ ഇനി അതിന് കൊടുക്കുന്നില്ല. എന്നാലും അത് ഉള്ള പ്ലേസിലെല്ലാം നല്ല രീതിയിൽ കനത്തിൽ തന്നെ അത് തേന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിവതും ഇത്രയും വലിയ കൂട് ഇതിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കൂടുകൾ സെറ്റ് ചെയ്യുന്നതാവും നല്ലത്. എന്തായാലും അത് വച്ചിരിക്കുന്നിടത്തെല്ലാം നല്ല രീതിയിൽ തന്നെ അത് തേന് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിന്നും റാണി മുട്ടകളെല്ലാം മാറ്റിയത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഇതിൻ്റെ തേനെടുത്ത് മാറ്റാനായിട്ട് സാധിച്ചു. നല്ല രീതിയിൽ തന്നെ അത് തേന് വെച്ചിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ തേന് മാത്രമായിട്ട് ഒരിടത്ത് വയ്ക്കാറില്ല. ഇത് എൻ്റെ 2-3 കൂട്ടിലെല്ലാം ഇത് കൂടുതലും പൂമ്പൊടിയും തേനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെന്തായാലും ഈ കൂട്ടിൽ അത് തേന് മാത്രം തന്നെ ഒരു സൈഡിൽ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തേന് പെട്ടെന്ന് എടുത്ത് തീർക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ ഇതേപോലെ ചെറുതേനീച്ച കൂട് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യമുള്ള 2 ചിരട്ട ആയാലും മതി. അല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ ഈ ചന്തയിലൊക്കെ പോകുമ്പോൾ ചെറിയ ചട്ടിയൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ നമുക്ക് പലതര സൈസിലുള്ള ചെറിയ ചെറിയ കുടുക്കച്ചട്ടികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇതേപോലെ ചെറിയൊരു സുഷിരം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കെട്ടിത്തൂക്കി ഇട്ടിരുന്നാൽ ഈ സെറ്റ് പിരിഞ്ഞു വരുന്ന ആ ടൈമിന് ഈ നമുക്ക് പുതിയ കോളനി നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്നതാണ്. അതിന് നമുക്ക് 1 രൂപയുടെ ചിലവും തന്നെ വരുന്നില്ല. അങ്ങനെ നമുക്ക് ഒരു കൂട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർഷം കഴിയുന്തോറും ഒരു കൂടോ 2 കൂടോ ആയിട്ട് അത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചെറുതേനീച്ച ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ, ഇതിനോട് ചെറിയ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇതിനെ സെറ്റ് ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇതിന് വളരെ തിടുക്കം പിടിച്ച ഒരിത് പാടില്ല. വളരെയധികം സമയമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ വളരെയധികം ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇത് സംരക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ നമ്മൾ ഈ തേനെടുക്കുന്നത് മാത്രം പോരാ, ഇതിൻ്റെ മഴക്കാലത്തെ സംരക്ഷണങ്ങളും
ഈ ചിലന്തി ഇതുപോലെയുള്ളതെല്ലാം വന്ന് ഇതിനെ ആക്രമിക്കുന്നതാണ്. അപ്പോൾ അവരുടെ എല്ലാം സംരക്ഷണം ഞാനിത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ബാക്കി കോളനികളാണ്. അത്യാവശ്യം ഞാൻ സെറ്റ് ചെയ്തപ്പോൾ തന്നെ തേനെടുത്തപ്പോൾ തന്നെ ഈ 2 കൂടുകളായിട്ട് തന്നെ ഞാൻ സെറ്റ് ചെയ്ത് പിരിച്ചു വച്ചിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. നമ്മളിത്ര സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ നേരത്തെ കുപ്പിയിൽ പിടിച്ചു വച്ചിരുന്ന ചെറുതേനീച്ചയെ ഇതേപോലെ മെഴുക് വെച്ച് അതിൻ്റെ വാതിൽ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ കുപ്പിക്കകത്തുള്ള ഒരു ഈച്ചയും നഷ്ടപ്പെടാതെ ഈ പെട്ടിക്കകത്ത് കയറുന്നതാണ്. അത്യാവശ്യം 3 കുപ്പിയോളം ഈച്ച ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് 3 ഡിവിഷനാക്കാൻ സാധിച്ചു. അപ്പോൾ ചെറുതേനീച്ചയെ കൂട്ടിനകത്ത് കയറ്റുന്ന ആ ഒരു മെത്തേഡാണ് ഇതുവഴി കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ 3 കൂടും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 3 കൂടും ഇതേപോലെ തേനീച്ച കയറി വിജയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും തേനീച്ചയുടെ തേനെടുക്കുന്ന അവസാനഘട്ട വീഡിയോയാണിത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.